കൂട്ടുകാരെ, നിങ്ങളുടെ ആത്മാവിനുള്ളിൽ ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. ഇതൊരു സാധാരണ മാറ്റമല്ല, ഇതൊരു ദിവ്യമായ ഉണർവാണ്. ഇതുവരെ നിങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിരുന്ന ഒരു ശക്തിയുടെ ഉദയമാണിത്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ പ്രകടമായിരിക്കുന്ന ആ പ്രകാശം വെറുമൊരു അനുഭവം മാത്രമല്ല, അതൊരു പുതിയ യാഥാർത്ഥ്യമാണ്. ആത്മാവിന്റെ പ്രകാശം ജ്വലിക്കാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചം മുഴുവൻ അതിലേക്ക് ആകർഷിക്കപ്പെടും. ഇതൊരു ആത്മീയ സങ്കല്പം മാത്രമല്ല, തങ്ങളുടെ ഉന്നതമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ ആത്മാവും അനുഭവിക്കുന്ന ഒരു സത്യമാണിത്. ഈ പ്രകാശം യഥാർത്ഥത്തിൽ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഇത് വെറുമൊരു വെളിച്ചത്തിന്റെ സ്രോതസ്സ് മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഊർജ്ജമാണ്. ഈ ഊർജ്ജം നിങ്ങളെ എല്ലാ പരിമിതികളിൽ നിന്നും മുക്തരാക്കുന്ന ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കുകയാണ്. ഈ അടുത്ത കാലത്തായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ ചിന്തകളിലും വികാരങ്ങളിലും മറ്റുള്ളവരെ നോക്കിക്കാണുന്ന രീതിയിലും ഈ മാറ്റം പ്രകടമാകുന്നുണ്ടാകാം. നിങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിരുന്ന ദിവ്യത്വം ഇപ്പോൾ പുറത്തുവരുന്നതുകൊണ്ടാണ് ഈ മാറ്റം സംഭവിച്ചത്. ആത്മാവിന്റെ പ്രകാശമുണരുമ്പോൾ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് പൂർണ്ണമായി മാറും. മുൻപ് അസാധ്യമെന്ന് കരുതിയ തടസ്സങ്ങൾ ഇപ്പോൾ വളരെ ചെറുതായി തോന്നും. മുൻപ് വളരെ വലുതെന്ന് തോന്നിയ പ്രശ്നങ്ങൾ ഇപ്പോൾ അർത്ഥശൂന്യമായി മാറും. ആ പ്രശ്നങ്ങൾ ഇല്ലാതായതുകൊണ്ടല്ല ഇത്, മറിച്ച് നിങ്ങളുടെ ആത്മാവ് അവയെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ തുടങ്ങിയതുകൊണ്ടാണ്. ആ കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക് ശക്തി നൽകുന്നത്, ജീവിതത്തിലൊന്നും അസാധ്യമല്ലെന്ന ബോധം നൽകുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ഈ മാറ്റം പെട്ടെന്നുണ്ടായതല്ല, ഇത് നിങ്ങളുടെ ആത്മാവിന്റെ യാത്രയിലെ ഒരു പ്രധാന ഘട്ടമാണ്. അറിയാതെയാണെങ്കിലും നിങ്ങൾ സ്വയം ഈയൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ പ്രകാശം വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രകാശം പ്രകടമാകുമ്പോൾ അതിന്റെ സ്വാധീനം നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അത് നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രത്യേക ഊർജ്ജമുണ്ടാക്കും. അത് എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കും. ഈ അടുത്ത കാലത്തായി ആളുകൾ നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നതും നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതും നിങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആത്മാവിന്റെ പ്രകാശം തിളങ്ങുമ്പോൾ അത് മറ്റുള്ളവരെയും ആകർഷിക്കും. ഇരുട്ടിൽ ഒരു വിളക്ക് കത്തുമ്പോൾ അതിന്റെ വെളിച്ചം ചുറ്റുമുള്ള എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതുപോലെയാണിത്. ഈ പ്രകാശത്തിന് നിങ്ങളുടെ മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിന്റെ കൂടി ദിശ മാറ്റാൻ സാധിക്കും. മുൻപ് നിങ്ങളെ അവഗണിച്ചവർ ഇപ്പോൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങളെ വിലമതിക്കാതിരുന്നവർ ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയും. ഇതെല്ലാം നിങ്ങളുടെ ഊർജ്ജം മാറിയതുകൊണ്ടാണ്. നിങ്ങളുടെ പ്രകാശം ഇനി ഒളിച്ചിരിക്കുന്നില്ല, അത് വെളിപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഈ പ്രകാശം മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളെ ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. മുൻപ് നിങ്ങളിൽ നിന്ന് ഒളിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. മുൻപ് എവിടെയോ ഒങ്ങിപ്പോയ നിങ്ങളുടെ ശക്തി ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാകും. ആത്മാവിന്റെ ശക്തി പ്രകടമാകുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും മാറിമറിയും. അത് നിങ്ങളുടെ വ്യക്തിജീവിതമാകാം, ബന്ധങ്ങളാകാം, ധനസമ്പത്താകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസമാകാം. ഈ മാറ്റം സ്ഥിരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു താൽക്കാലിക അനുഭവമല്ല, മറിച്ച് ഒരു പുതിയ യാത്രയുടെ തുടക്കമാണ്. എന്നാൽ ഈ യാത്ര മുന്നോട്ടു കൊണ്ടുപോകാൻ നിങ്ങൾ ഈ പ്രകാശം നിലനിർത്തേണ്ടതുണ്ട്. നിങ്ങൾ ഇതിനെ സ്വീകരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇത് സ്ഥിരമായി നിലനിൽക്കൂ. ഈ ഉണർവ് എങ്ങനെ കൂടുതൽ ആഴമുള്ളതാക്കാം എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നുവരാം. ഇതിന്റെ ആദ്യപടി സ്വയം പൂർണ്ണമായി അംഗീകരിക്കുക എന്നതാണ്. ആത്മാവിന്റെ പ്രകാശം പ്രകടമാകുമ്പോൾ ചിലപ്പോൾ സംശയങ്ങളുണ്ടായേക്കാം. ഇതൊരു താൽക്കാലികമായ തോന്നൽ മാത്രമാണെന്നോ യാദൃച്ഛികമാണെന്നോ നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഇത് യാദൃച്ഛികമല്ല, നിങ്ങളുടെ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപമാണ്. നിങ്ങൾ ഇതിനെ പൂർണ്ണമായി സ്വീകരിക്കുമ്പോൾ ഇത് കൂടുതൽ ശക്തമാകും. രണ്ടാമത്തെ പടി നിങ്ങളുടെ ഊർജ്ജത്തെ സന്തുലിതമായി നിലനിർത്തുക എന്നതാണ്. നിങ്ങളുടെ പ്രകാശം പ്രകടമായി കഴിഞ്ഞ സ്ഥിതിക്ക് പുറംലോകത്തെ അസ്വസ്ഥതകൾ ഇതിനെ ബാധിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ നിങ്ങൾ ഈ ഊർജ്ജത്തെ സ്ഥിരമായി നിർത്തണം. ധ്യാനം, നല്ല ചിന്തകൾ, ആത്മബോധം എന്നിവയിലൂടെ നിങ്ങൾക്ക് ഈ പ്രകാശത്തെ കൂടുതൽ ആഴമുള്ളതാക്കാം. മൂന്നാമത്തെ പടി നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളെ തിരിച്ചറിയുക എന്നതാണ്. ഈ പ്രകാശം നിങ്ങൾക്ക് ശക്തി നൽകാൻ മാത്രമല്ല, നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ ശക്തി നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഈ ശക്തി നിങ്ങളെ വെറുമൊരു വിജയിയാക്കാൻ മാത്രമല്ല, നിങ്ങളുടെ ഉന്നതമായ അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. സ്വയം അംഗീകരിക്കുക, ഊർജ്ജം സന്തുലിതമാക്കുക, ലക്ഷ്യങ്ങൾ തിരിച്ചറിയുക എന്നീ 3 കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങളുടെ പ്രകാശം കൂടുതൽ വേഗത്തിൽ വളരും. അത് നിങ്ങളുടെ ജീവിതം മാത്രമല്ല, ചുറ്റുമുള്ള ലോകത്തെയും മാറ്റും.
നിങ്ങളെ ആവശ്യമുള്ള ആളുകൾ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ ആഗ്രഹിച്ച അവസരങ്ങൾ തനിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. നിങ്ങളുടെ ആത്മാവിന്റെ പ്രകാശം പ്രപഞ്ചം മുഴുവൻ മുഴങ്ങാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇനി വരാൻ പോകുന്ന അസാധാരണമായ കാര്യങ്ങൾ വെറും ഭാഗ്യം കൊണ്ടല്ല, നിങ്ങളുടെ ആത്മാവിന്റെ ശക്തിയുടെ ഫലമായി ഉണ്ടാകുന്നതാണ്. നിങ്ങൾ സ്വയം ഈയൊരു തലത്തിലേക്ക് വളർന്നു കഴിഞ്ഞു. ഇനി ഇതിന്റെ പൂർണ്ണമായ പ്രയോജനം നിങ്ങൾ നേടണം. ഇനി നിങ്ങൾ സ്വയം വിശ്വസിക്കണം. നിങ്ങളുടെ പ്രകാശത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളണം. ഈ ദിവ്യശക്തിയോടെ മുന്നോട്ടു പോകണം. നിങ്ങളുടെ പ്രകാശം ഇപ്പോൾ എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ അടുത്ത കാലത്തായി ചില ആളുകൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവർ നിങ്ങളുടെ വാക്കുകളെ മുൻപത്തേക്കാൾ ഗൗരവത്തോടെ കാണുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. അവർക്ക് നിങ്ങളുടെ അടുത്തൊരു പ്രത്യേക സമാധാനം അനുഭവപ്പെടുന്നു. ഇത് യാദൃച്ഛികമല്ല, നിങ്ങളുടെ ഉള്ളിലുണ്ടായ മാറ്റത്തിന്റെ ഫലമാണ്. ആത്മാവിന്റെ പ്രകാശം പ്രകടമാകുമ്പോൾ അത് അദൃശ്യമായ രീതിയിൽ ലോകത്തെ സ്വാധീനിക്കും. ഈ ഊർജം നിങ്ങളുടെ വാക്കുകളിലും വികാരങ്ങളിലും നിങ്ങളുടെ സാന്നിധ്യത്തിലും ഒഴുകാൻ തുടങ്ങും. മുൻപ് നിങ്ങളുടെ ഒരു കാര്യം സമ്മതിപ്പിക്കാൻ നിങ്ങൾ ഒരുപാട് ശ്രമിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ ആളുകൾ സ്വയം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. മുൻപ് പ്രശ്നങ്ങളുണ്ടായിരുന്ന ബന്ധങ്ങളിൽ ഇപ്പോൾ ഒരു സന്തുലിതാവസ്ഥ വരുന്നുണ്ടാകും. നിങ്ങളുടെ ആത്മാവ് ഒരു പുതിയ ഉയരത്തിലെത്തിയതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രകാശം നിലനിർത്തുക എന്നത് ഒരു കലയാണ്. ഒരാൾ തന്റെ ഉള്ളിലെ ഉണർവിന്റെ ഈ ഉയരത്തിലെത്തുമ്പോൾ ചില ബാഹ്യശക്തികൾ അവനെ വീണ്ടും താഴേക്ക് വലിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ ശക്തികൾ നിങ്ങളുടെ പഴയ ചിന്തകളോ നെഗറ്റീവ് വികാരങ്ങളോ അല്ലെങ്കിൽ ഇപ്പോഴും ഇരുട്ടിൽ ജീവിക്കുന്ന ആളുകളോ ആകാം. ഓർക്കുക, എല്ലാ ആത്മാക്കളും ഈ പ്രകാശത്തിനായി തയ്യാറായിരിക്കണം എന്നില്ല. ചിലർ ഇത് കണ്ട് അത്ഭുതപ്പെട്ടേക്കാം. ചിലർക്കിത് മനസ്സിലായില്ലെന്ന് വരാം. ചിലർ ഇതിനെ അംഗീകരിക്കാൻ വിസമ്മതിച്ചേക്കാം. എന്നാൽ നിങ്ങളിതിൽ അസ്വസ്ഥരാകരുത്. സൂര്യൻ തിളങ്ങുമ്പോൾ ചിലർ ആ വെളിച്ചത്തിൽ സന്തോഷിക്കുന്നു. എന്നാൽ ചിലർ അതിന്റെ കഠിനമായ വെളിച്ചം കാരണം കണ്ണുകൾ അടച്ചുകളയുന്നു. എങ്കിലും സൂര്യൻ തന്റെ പ്രകാശം കുറയ്ക്കാറില്ല. നിങ്ങളും ഇനി നിങ്ങളുടെ വെളിച്ചം കുറയ്ക്കരുത്. ഇനി നിങ്ങൾക്കൊരു പുതിയ വെല്ലുവിളി തുടങ്ങുകയാണ്. ഈ പ്രകാശത്തെ സ്ഥിരമായി നിർത്തുകയും ജീവിതത്തിൽ ഇതിന് ശരിയായ ദിശ നൽകുകയും ചെയ്യുക എന്നത്. ഈ ശക്തി നിങ്ങളുടെ ആകർഷണം കൂട്ടാൻ മാത്രമല്ല, നിങ്ങളെ ഒരു പുതിയ ഉയരത്തിലേക്ക് നയിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും സാധാരണ കാര്യങ്ങളായിരിക്കില്ല. വരുന്ന അവസരങ്ങൾ സാധാരണ അവസരങ്ങളായിരിക്കില്ല. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ സാധാരണ മനുഷ്യരായിരിക്കില്ല. എല്ലാറ്റിനും വലിയൊരർത്ഥമുണ്ടാകും. അവയെല്ലാം നിങ്ങളുടെ ആത്മാവ് പോലും ഭാവനയിൽ കാണാത്ത അസാധാരണമായ ആ ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കും. അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കും എന്നതല്ല ചോദ്യം, മറിച്ച് നിങ്ങൾ ഇതിന് തയ്യാറാണോ എന്നതാണ്. ഓർക്കുക, ഇതൊരു തുടക്കം മാത്രമാണ്. ഈ പ്രകാശം വെറുതെ തിളങ്ങാൻ മാത്രമല്ല, നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രകടമായിട്ടുള്ളതാണ്. ഇനി നിങ്ങൾ ഇതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളണം. ഇതിനെ നിങ്ങളുടെ ശക്തിയാക്കണം. നിങ്ങളുടെ ആത്മാവിന്റെ ഏറ്റവും വലിയ സമ്മാനമായി ഇതിനെ കരുതണം. കാരണം നിങ്ങളുടെ ആത്മാവിന്റെ പ്രകാശം ഉണർന്നു കഴിഞ്ഞു. ഇത് അസാധാരണമായ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. കൂട്ടുകാരെ, ഈ പ്രപഞ്ച സന്ദേശം യൂണിവേഴ്സ് മെസ്സേജ് നിങ്ങളെ അല്പമെങ്കിലും പ്രചോദിപ്പിച്ചെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സന്തോഷത്തോടെ ഇരിക്കുക.